സദസ്സിന് വന്ദനം. ലോക പ്രശസ്തനായ ബ്രസീലിയൻ എഴുത്തുകാരൻ പൗലോ കൊയ്ലോവിൻ്റെ എണ്ണ നിറച്ച കരണ്ടി എന്ന കഥയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പണ്ട് ഒരു സ്ഥലത്ത് കച്ചവടക്കാരനും അദ്ദേഹത്തിൻ്റെ മകനും ജീവിച്ചിരുന്നു. ഒരു ദിവസം കച്ചവടക്കാരൻ തൻ്റെ മകനെ അക്കാലത്ത് പ്രസിദ്ധനായ ഒരു ജ്ഞാനിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എന്തിനാണെന്നോ? സന്തോഷത്തിന്റെ രഹസ്യം മനസ്സിലാക്കാനാ. അങ്ങനെ അവൻ 40 നാൾ മരുഭൂമിയിലൂടെ നടന്ന് അച്ഛൻ പറഞ്ഞ ജ്ഞാനിയുടെ വീട് കണ്ടുപിടിച്ചു. വലിയ കുന്നിന്റെ മുകളിലുള്ള അതിമനോഹരമായ കൊട്ടാരം. അവൻ അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. അവന്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത് അതിദിവ്യനായ ഒരു സന്യാസി വൃദ്ധയായിരുന്നു. പക്ഷേ ഇവിടെ തിരക്കും പലതരത്തിലുള്ള ആളുകളും വരുന്നു പോകുന്നു. അപ്പോഴാണ് അവൻ അത് ശ്രദ്ധിച്ചത്. ദൂരെ നിന്ന് ഗുരു ഓരോരുത്തരോടെ സംസാരിച്ചു വരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരു അവന്റെ അടുത്തും എത്തിയപാട് ഗുരു ചോദിച്ചു, നീ സന്തോഷത്തിന്റെ രഹസ്യം അറിയാനല്ലേ ഇവിടെ വന്നത്? അതെ. അവൻ അത്ഭുതപ്പെട്ടു പോയി. താൻ വന്നതിന്റെ ധന്യം ഗുരു അറിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് അല്പം തിരക്കുണ്ട്. അതുകൊണ്ട് നീ എൻ്റെ ഈ കൊട്ടാരമൊക്കെ നന്നായി ഒന്ന് ചുറ്റിക്കറിഞ്ഞിട്ട് വരൂ. അങ്ങനെയാണ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് കൊട്ടാരം കാണാൻ പുറപ്പെട്ടപ്പോൾ ഗുരു അവനെ തടഞ്ഞു. ദാ, ഇത് 2 സ്പൂൺ എണ്ണയും പിടിച്ചോളൂ. ഈ എണ്ണ നീ നടക്കുമ്പോൾ താഴെ തുളമ്പിപ്പോവാതെ സൂക്ഷിക്കണം. അങ്ങനെ അവൻ അതും പിടിച്ച് കൊട്ടാരത്തിലെ എണ്ണമറ്റ കോണുകളും വരാന്തകളും കയറി ഇറങ്ങി 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിന്റെ മുറിയിൽ തിരിച്ചെത്തി. നീയെല്ലാം കണ്ടോ അല്ലേ? നീ എൻ്റെ ആ തിരശീല കണ്ടോ? അത് പേർഷ്യയിൽ നിന്ന് പ്രത്യേകമായി കൊണ്ടുവന്നതാണ്. അല്ല, നീ എൻ്റെ ആ ഉദ്യാനം കണ്ടോ? അതേ മട്ടിലാക്കി തീർക്കാൻ ഒരു 10 വർഷമെങ്കിലും എടുത്തു. നീ എൻ്റെ ആ ഗ്രന്ഥപുര കണ്ടില്ലേ? അതിനുള്ളിലെ ഓരോ താളുകളും എത്ര മനോഹരം, എത്ര വൃത്തിയുമാണ്. ഇതെല്ലാം കേട്ടപ്പോൾ അവൻ പകച്ചു നിന്നുപോയി. താൻ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. തൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ സ്പൂണിലെ എണ്ണയിലാണല്ലോ. അങ്ങനെ അവൻ വാസ്തവം പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. ആട്ടെ, നീ ഒന്നും കണ്ടില്ലല്ലേ? എന്നാൽ ഒന്നും കൂടി എല്ലാം വിസ്തരിച്ച് കണ്ടിട്ട് വരൂ. അങ്ങനെ അവൻ വീണ്ടും എല്ലാം കാണാൻ പുറപ്പെട്ടപ്പോൾ അപ്പോഴും അവൻ്റെ കയ്യിൽ ആ സ്പൂണും 2 തുള്ളി എണ്ണയും ഉണ്ടായിരുന്നു. അവനെല്ലാം വിസ്തരിച്ചു കണ്ടു. ചുമരുകളിൽ കലാസൃഷ്ടികളും മാത്രമല്ല, ഗുരു പറഞ്ഞ ആ തിരശീല, പിന്നെ ഉദ്യാനം, പിന്നെ ഗ്രന്ഥപുരം, ഇതെല്ലാം കണ്ട് 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിൻ്റെ മുറിയിൽ തിരിച്ചെത്തി. താൻ കണ്ട കാര്യങ്ങളൊക്കെ ഗുരുവിനോട് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഗുരുവിൻ്റെ ചോദ്യം വന്നു, അല്ല, ഞാൻ നിന്റെ കയ്യിൽ വെച്ച ആ 2 തുള്ളി എണ്ണ എവിടെ? അപ്പോഴാണ് അവൻ അത് ശ്രദ്ധിച്ചത്. തൻ്റെ കയ്യിലിരിക്കുന്ന ആ സ്പൂണിലെ എണ്ണയില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, നീ പഠിക്കേണ്ട ഒറ്റ പാഠമേ ഉള്ളൂ. ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. പക്ഷേ കയ്യിലിരിക്കുന്ന ആ കരണ്ടിയും 2 തുള്ളി എണ്ണയും ഒരിക്കലും കൈവിടരുത്. ആ 2 തുള്ളി എണ്ണ സൂചിപ്പിക്കുന്നത് സത്യവും ധർമ്മവും നീതിയുമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.